ഒത്തിരി നാൾക്ക് ശേഷം ഞാനൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന ലൈക്ക് ലോങ് വീഡിയോ. ഞാൻ ഇന്നലെ തൊട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ലൈക്ക് ഒരു കോളേജ് വീക്ക് ഫുൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ഇൻട്രോ ഒക്കെ ഞാൻ എടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ബസ്സിൽ കയറിയപ്പം ഭയങ്കര തിരക്കായിരുന്നു, മെട്രോയിൽ കയറിയപ്പോൾ അതിലും തിരക്കായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കോളേജിലെത്തിയപ്പോൾ ഞാൻ മറന്നുപോയി ഞാൻ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ലൈക്ക് കോളേജ് വീഡിയോ ആകുമ്പം ലൈക്ക് കുറച്ചൊക്കെ കോളേജിൻ്റെ എടുക്കണ്ടേ. പക്ഷെ ഞാൻ കോളേജിൻ്റെ ഷൂട്ട് ചെയ്തതേ ഇല്ല. മറന്നുപോയി. ഞാൻ തിരിച്ച് ബസ്സിൽ കയറുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ രാവിലെ വ്ളോഗ് ചെയ്തായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഇന്നലെ പിന്നെ ബാക്കിയൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് പിന്നെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ നന്നായി, പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ കോളേജിൽ പോവാം. സോ ഇന്ന് ഞാൻ വിചാരിച്ച ഒരു കോളേജ് ഡേ കാണിച്ചു തരാമെന്ന്. ബിക്കോസ് ഇന്ന് എനിക്ക് ഗ്രോസറി വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് വേണം എനിക്ക് പോയി ലൈക്ക് കോളേജിൽ പോകാൻ. സോ കോളേജ് ഉച്ചയ്ക്കേ ഉള്ളൂ. ഇപ്പം ഞാൻ രാവിലെ എണീറ്റു, ഞാൻ കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് അത്രേ ഉള്ളൂ. കോളേജിൽ പോകണം, ഗ്രോസറി, ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ. വേറെ ഒന്നുമില്ല. ഇപ്പം സമയം ഓൾമോസ്റ്റ് എനിക്കറിഞ്ഞൂടെ എത്ര മണിയാണ്, 9:30 ആയി കാണും. അതുകൊണ്ട് ഇനിയും പതുക്കെ കോഫി കുടിച്ച് തീർത്തിട്ട് പതുക്കെ റെഡി ആവണം. ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു റാപ്പ് ഓർഡർ ചെയ്തു, കാരണം നമുക്കിനി ഗ്രോസറി വാങ്ങിക്കണം, എന്നാലേ ഉള്ളൂ. സോ ഇന്നൊരു റാപ്പ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്തു. സോ ഇതിനി കഴിച്ചിട്ട് നമുക്ക് പതുക്കെ കുളിച്ച് റെഡി ആവാം. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കോളേജിൽ നിന്ന് മെയിൽ വന്നു, ഇന്നത്തെ ക്ലാസ് ക്യാൻസൽഡ് ആണെന്ന്. എന്താ കോളേജിൻ്റെ വ്ളോഗ് എടുക്കാൻ എനിക്കൊരു യോഗമില്ലാത്ത പോലെ. ഇന്നലെ നടന്നില്ല, ഇന്നിപ്പോൾ അതേ ക്ലാസ് ക്യാൻസലായി. സോ എനിക്കറിയത്തില്ല ആക്ച്വലി ഈ വ്ളോഗ് ഞാൻ കോളേജിൽ പോകുന്നതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു വ്ളോഗാണ്. പക്ഷേ ഇന്നിനിയും പിന്നെയും വീട്ടിലിരുന്ന് അങ്ങനത്തെ ഒരു വ്ളോഗായി പോകും, കുഴപ്പമില്ല. പക്ഷെ ഞാനിന്ന് കുറച്ച് മീൽ പ്രപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് സമയമുള്ളതുകൊണ്ട് നമുക്ക് സമയമുള്ളതുകൊണ്ട് അതൊക്കെ ചെയ്യാം. അപ്പം നമുക്കിനിയും കുറച്ച് പതുക്കെ സാധനം വാങ്ങാനൊക്കെ പോയാൽ മതി. സാധനം വാങ്ങാനൊക്കെ പോയാൽ മതി. അപ്പോൾ നമുക്കിന്ന് പതുക്കെ കുറേ സമയമുണ്ട്. ഓക്കെ, ഹായ്. ഞാൻ ഇപ്പം മേല് കഴുകിയിട്ട് വന്നു. ഇന്നൊരു അവധി കിട്ടിയപ്പം ഭയങ്കര ആവേശമായിരുന്നു, അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര മടി, വെറുതെ കിടക്കാൻ തോന്നി. കുളിച്ച് റെഡി ആയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങണം കുറച്ച് നേരം. അങ്ങനെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഉറങ്ങാൻ നോക്കി. ബട്ട് ഞാൻ കിടന്നു, പക്ഷെ ഉറക്കം വന്നില്ല. സോ ഞാൻ പിന്നെ എണീറ്റ് പോയി കുളിച്ചു. ഇനി എനിക്ക് ഒത്തിരി പണിയുണ്ട്. എൻ്റെ റൂം ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുക. എനിക്ക് ഗാർബേജ് കളയാനുണ്ട്, എനിക്ക് ലോണ്ടറി മടക്കി വയ്ക്കാനുണ്ട്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ എനിക്കിന്ന് വെറുതെ കിടക്കാൻ തോന്നുന്നു. കാരണം ഇങ്ങനെ വെറുതെ കിടക്കാൻ നമുക്ക് അങ്ങനെ സമയം കിട്ടാറില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു ദിവസം കിട്ടുമ്പോൾ ഇങ്ങനെ വെറുതെ കിടക്കാൻ തോന്നും. പക്ഷെ ഇന്നിനി വെറുതെ കിടന്നാൽ പിന്നെ നാളെ തൊട്ട് ഞാൻ പഴയ പോലെയാവും. അതുകൊണ്ട് ഓക്കെ, നമുക്ക് കുറച്ചു നേരം വെറുതെ കിടക്കാം. അത് കഴിഞ്ഞ് പതുക്കെ പോയി ഗ്രോസറി വാങ്ങാം. കാരണം ഇപ്പം സമയം 10:30 ആയതേ ഉള്ളൂ രാവിലെ. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി സമയമുണ്ട്. ഭയങ്കര ലൈറ്റ് ഇല്ല അല്ലേ, കാരണം ഇന്ന് ആക്ച്വലി വലിയ വെയിലില്ല. ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് റൂമിൽ. ഇത്രയും നേരം ആക്ച്വലി നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ എവിടെ പോയെന്ന് അറിഞ്ഞൂടെ, വീഡിയോ ഓണാക്കി ഇപ്പോൾ വെയിലില്ല, ഭയങ്കര ഗ്ലൂമി ആയിട്ട് കിടക്കുക. ഓക്കെ, സോ നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം, എന്നിട്ട് കയറി കിടക്കാം. എന്താ ഇവിടെ ഭയങ്കര ഡ്രൈ. എനിക്ക് കഴിഞ്ഞ വിൻ്ററിൽ ഇത്രയും എൻ്റെ സ്കിൻ, കഴിഞ്ഞ വിൻ്റർ എൻ്റെ ഫസ്റ്റ് വിൻ്റർ ആയിരുന്നു ഇവിടെ, പക്ഷേ എൻ്റെ സ്കിൻ ഇത്രയും എനിക്ക് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ഡ്രൈ ആയി എനിക്ക്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വേണ്ടെങ്കിലും ഞാൻ സ്കിൻ കെയർ ചെയ്തു പോകും. ഈ ബാക്കിലെ മെസ്സൊന്നും നോക്കണം കേട്ടോ. ഇന്നലെ മിഞ്ഞാന്നായിട്ടൊക്കെ ഇട്ടതാ. ഇതൊന്നും തിരിച്ച് എനിക്ക് എൻ്റെ ക്ലോസറിൽ വെക്കാനുള്ളൊരു സാവകാശം കിട്ടിയില്ല. ഇന്ന് അതെല്ലാം ചെയ്യണം. പിന്നെ ഈ സാധനം കണ്ടോ? അയ്യോ സോറി. ഈ സാധനം ഇതിപ്പോൾ എല്ലാവരുടെ ഫോണിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതുപോലെ ഞാനും വാങ്ങിയതാണ്. ഇതിങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ എവിടെയെങ്കിലും ഒട്ടിക്കാൻ പറ്റത്തില്ല. ഞാൻ ബേസിക്കലി വാളിൽ എവിടെയെങ്കിലും എനിക്ക് ഒട്ടിക്കാൻ പറ്റില്ല, എനിക്ക് പല ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ പക്ഷെ ഞാൻ വാങ്ങിക്കുമ്പോൾ റിവ്യൂസിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായത് വാളിൽ അങ്ങനെ അത്രയും വർക്ക് ആവത്തില്ല, പക്ഷെ ഗ്ലാസ്സിലൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആവുമെന്ന്. അങ്ങനെ ഞാൻ മേടിച്ചതാ. ഇത് ഭയങ്കര ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് പക്ഷെ ഇത് എവിടെയും സ്റ്റിക്കായി നിൽക്കത്തില്ല. വാളിൽ ഒട്ടും സ്റ്റിക്ക് ആവത്തില്ല. ലൈക്ക് വെക്കാൻ പോലും ഇരിക്കത്തില്ല. അത് ആ വാക്യൂം ഒട്ടും പിടിക്കത്തില്ല, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഗ്ലാസ്സിൽ മിററിലൊക്കെ വെക്കാൻ നോക്കിയാൽ ഹാർഡ്ലി ഒരു 30 സെക്കൻഡ്സ് നിൽക്കുമായിരിക്കും. അപ്പം തന്നെ വരും. എനിക്കറിയത്തില്ല ഞാൻ വാങ്ങിച്ചതിൻ്റെ കുഴപ്പമാണോ അതോ ലൈക്ക് ഇത് അങ്ങനെയാണോ അതോ എല്ലാവരുടെയും എങ്ങനെയാണോ എന്ന് എനിക്കറിയണം. ഞാൻ ഈ ഗ്ലാസ്, എൻ്റെ ഡോറ്, അല്ലാതെ ഞാൻ ടൈല്, പിന്നെ
പലയിടത്തുള്ള ഗ്ലാസ് അതെല്ലാം ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ എവിടെയും ഇത് സ്റ്റിക്കായി നിന്നില്ല. അതുകൊണ്ട് പിന്നെ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ എന്നിട്ട് മാറ്റി നോക്കി. ബിക്കോസ് ഫസ്റ്റ് വൺ ഞാൻ സ്റ്റിക്ക് ചെയ്ത് അത് പിന്നെ താഴെ വീണപ്പോൾ ഞാൻ പൊടിയൊക്കെ ആയിട്ട്. പക്ഷെ ഉണ്ടല്ലോ നമ്മൾ ഈ ടേബിളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കില്ലേ, അത് വലിച്ചൂരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടേബിളിൽ. പക്ഷെ ടേബിളിൽ ഇപ്പം ഇത് ഒട്ടിച്ച് വെച്ചിട്ട് എന്ത് ഷൂട്ട് ചെയ്യാനാണ്? നമ്മൾ ഇങ്ങനെ ഒന്നും കാണത്തില്ല, നമ്മുടെ ഫോർഹെഡ് പോലും കാണത്തില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞോടി ഇത് അത്ര വലിയ നല്ല സാധനമാണെന്ന്. പിന്നെ വാങ്ങിച്ചുകൊണ്ട് അത് അവിടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി സ്കിൻ കെയർ ചെയ്യാം. സ്കിൻ കെയറിന് ഇങ്ങനെ വലിച്ചു നീട്ടി കാണിക്കുന്നില്ല, പെട്ടെന്ന് ചെയ്തു പോവാം. ഇപ്പം ഞാൻ വീട്ടിലെ ഡ്രസ്സിലേക്ക് തന്നെ മാറി. നമുക്ക് ഒന്ന് ബെഡ്റൂം ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. അല്ലെങ്കിൽ പിന്നെ ടയർഡായിട്ട് തിരിച്ച് കയറി വരുമ്പം റൂം അതിൽ മെസ്സായിട്ട് കിടക്കും. സോ നമുക്ക് മുറി ഒന്ന് ഒതുക്കി വെക്കാം. സോ ഞാൻ റെഡി ആയി. ഇനി നമുക്ക് കോട്ടൊക്കെ ഇടണം, കോട്ടും മഫ്ലറൊക്കെ ഇടണം. എന്നിട്ട് നമുക്ക് അതൊക്കെ ഇറങ്ങാം. ഭയങ്കര തണുപ്പാണ്. എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ ഭയങ്കരമായിട്ടൊരു ഇത് വരുന്നു. പക്ഷെ ഇന്ന് സ്നോ പെയ്ത് തുടങ്ങി. പതുക്കെ സ്നോ പെയ്ത് തുടങ്ങുന്നുണ്ട്. നല്ലതായി. ഇപ്പം എന്തോ സമയം 1:30 ആയതേ ഉള്ളൂ. 1:30 ആയി. സോ നമുക്കിനിയും പതുക്കെ ഇറങ്ങി ഇനിയും ഗ്രോസറി സ്റ്റോർ എത്തിയിട്ട് കാണാം. അങ്ങോട്ട് ഞാൻ നടന്നാ പോകുന്നത്. അപ്പം നടന്നു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. ഹായ്, വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങിയ ആളല്ല. കോട്ടൊക്കെ ഇടുമ്പോൾ എന്തിനാ അകത്ത് വേറെ എന്തെങ്കിലും ലൈക്ക് നല്ലതായിട്ട് പുറത്തു പോകുന്നൊക്കെ എടുത്തതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. ഭയങ്കര കാറ്റല്ലേ, അതുകൊണ്ട് സൗണ്ടിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇത് കണ്ടോ, ഭയങ്കര വെയിലാണ്. ഇന്ന് നല്ല വെയിലുണ്ട്. പക്ഷെ ഈ വെയിലത്ത് ഇത്രയും തണുപ്പ് എനിക്കത് ഭയങ്കര ലൈക്ക് എന്നും അങ്ങനെ ആണെങ്കിൽ എനിക്ക് എന്നും അത് ഒരു ന്യൂ ഫീലിംഗ് പോലെയാണ് എനിക്ക്. ഇത്രയും വെയിലത്ത് ഇങ്ങനെ തണുപ്പ്. പക്ഷെ ആക്ച്വലി ഇന്ന് തണുപ്പ് കുറവുണ്ട്. കഴിഞ്ഞ ആഴ്ച ഭയങ്കര തണുപ്പായിരുന്നു. ലൈക്ക് എത്ര ഗ്ലൗസ് ഇട്ടിട്ടും, ഞാൻ 2 ഗ്ലൗസ് ഇട്ടാണ് നടന്നത് കഴിഞ്ഞ ഫുൾ ആഴ്ച. ആൻഡ് ഗ്ലൗസ് ഇട്ടാലും വീട്ടിലെത്തുമ്പോൾ കൈ ഇങ്ങനെ ഇരിക്കും. പെട്ടെന്ന് ടൈപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ലൈക്ക് തമ്പൊക്കെ ഭയങ്കര നമ്പായി പോവായിരുന്നു. പക്ഷെ ഇന്ന് ആക്ച്വലി അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തണുപ്പ് കുറവുണ്ട്. അറിയത്തില്ല എനിക്ക് എത്ര ആണെന്നോ, ഇന്ന് നോക്കിയില്ല ഞാൻ. പിന്നെന്താ, കുറച്ച് നടക്കാനുണ്ട്. ലൈക്ക് 500 മീറ്റർ അത്രയും ഉള്ളൂ. നടന്ന് തിരിച്ച് ക്യാബിലും ഒരു വഴി നടന്നു അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ചെന്ന് കൈ കണ്ടതൊക്കെ എടുത്ത് പറക്കുമെന്നൊരു പേടിയുണ്ട് എനിക്ക്. പക്ഷെ ഞാൻ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ലിസ്റ്റിൽ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന് ഭയങ്കര എനിക്ക് അണയ്ക്കുന്നു. ഇത്രയും മൂടിക്കെട്ടി ഇത്രയും തണുപ്പത്ത് നടന്നിട്ട്. അപ്പം ശരി, ഇനിയും ഗ്രോസറി വാങ്ങിച്ചിട്ട് കാണാം. ഇത് കണ്ടോ, ഫുൾ സ്നോ പെയ്ത് കിടക്കുക. ഇപ്പോൾ കുഞ്ഞതായിട്ട് പെയ്യുന്നുള്ളൂ. ഇതൊക്കെ ഇന്നലെ രാത്രി മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് പെയ്തതാണ്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ അലിഞ്ഞലിഞ്ഞ് കിടപ്പുണ്ട്. ബട്ട് കണ്ടോ, കൂടുതലും തിരിച്ചെത്തി. ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പ് മാത്രമല്ല, ലൈക്ക് കുറേ നാൾ കഴിഞ്ഞ് ഗ്രോസറി വാങ്ങിക്കുന്നതുകൊണ്ട് എല്ലാം എനിക്ക് മേടിക്കാനുണ്ടായിരുന്നു. ലൈക്ക് എല്ലാം. അതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ആയിരുന്നു സാധനങ്ങൾക്ക്. പിന്നെന്താ,
ഇനിയെല്ലാം എടുത്തു വെക്കണം. അതാണ് എനിക്ക് ഒട്ടും പറ്റാത്തത്. എല്ലാ സാധനങ്ങളും അതിൻ്റെ സ്ഥലത്ത് എടുത്ത് വയ്ക്കണ്ടേ. സോ അതാണ് ഇനി ടാസ്ക്. ഒന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഭയങ്കര ടയർഡാവും. എനിക്കിങ്ങനെ ഒരു ഓർക്കപ്പുറത്തൊക്കെ ഇങ്ങനെ ഓഫ് ഡേ കിട്ടിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കാനാണ്. അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ അല്ലാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണേ. അതുകൊണ്ട് എനിക്ക് ഗ്രോസറി വാങ്ങി പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൺസ് ഇറങ്ങി കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഇറങ്ങാനുള്ളൊരു പുഷുണ്ടല്ലോ, അതൊരു 1.5 പുഷായിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല. മീൽ പ്രപ്പ് ചെയ്യാനുണ്ട്. പക്ഷേ മീൽ പ്രപ്പ് ഞാൻ വിചാരിച്ചൊന്ന് കിടന്നാൽ ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. രാത്രിയിലത്തേക്ക് ചെയ്യാമെന്ന്. പിന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് വയ്ക്കുന്നത് ഇപ്പം ചെയ്യാം. ഇതിൻ്റെ അകത്തെ സാധനങ്ങൾ ഇത്രയാണ് നമ്മൾ മേടിച്ചത്. ഓക്കെ, എല്ലാം നമുക്ക് എടുത്തു വയ്ക്കാം. അങ്ങനെ എല്ലാം എടുത്തു വെച്ചു. ഭയങ്കരമായിട്ട് വേർക്കും തന്നെ. ഇത് മാച്ചിങ് അല്ലേ? ഈ കളറിൽ എൻ്റെ കയ്യിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. ലൈക്ക് ഡ്രസ്സ് മാത്രമല്ല, അല്ലാതെ എൻ്റെ കപ്പ് ഒത്തിരി സാധനങ്ങളുണ്ട് എനിക്ക് കളറിൽ. ഓക്കെ, ക്ഷീണിച്ചു. ഇനി നമുക്ക് മീൽ പ്രപ്പ് ചെയ്യാനുണ്ട്. ഇപ്പോൾ സമയം ഓൾറെഡി 3 മണി കഴിഞ്ഞു, 3:30 ആയി. എനിക്കറിഞ്ഞോടി ഇന്ന് എവിടെ പോയെന്ന്. ഓക്കെ, മീൽ പ്രപ്പിൽ ഞാൻ എപ്പോഴും ലൈക്ക് ചിക്കൻ ഇങ്ങനെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ചിക്കൻ്റെ എല്ലാ പീസസും ഒരുമിച്ച് കട്ടായിട്ട് കിട്ടി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് പീസ് കട്ട് ചെയ്ത് കിട്ടും, ഇല്ലെങ്കിൽ തൈസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഡ്രംസ്റ്റിക് ആയിരിക്കും. അങ്ങനെ എപ്പോഴും ഒരു പീസിൻ്റെ തന്നെ ഒരുമിച്ചുള്ള പാക്കായിരിക്കും. അത് കഴിച്ച ശേഷം മടുത്തു. ഞാൻ എപ്പോഴും ബ്രസ്റ്റ് പീസാണ് വാങ്ങുന്നത്. ഇടയ്ക്ക് ഞാൻ തൈസോ ഡ്രംസ്റ്റിക്കോ മേടിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഒരു ഫുൾ ചിക്കൻ മേടിച്ചു. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ കട്ട് ചെയ്യണം. ഞാൻ ഇതുവരെ അങ്ങനെ ഇന്ന് വരെ ഞാൻ ചിക്കൻ കട്ട് ചെയ്തിട്ടില്ല. ആ ബ്രസ്റ്റ് പീസൊക്കെ വാങ്ങിച്ചു അങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നതെന്നല്ലാതെ ഒരു ഫുൾ ചിക്കൻ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ഇന്നത് ഓൾറെഡി എടുത്ത് പുറത്ത് വെച്ചു. കാരണം ഇന്ന് ഞാൻ കട്ട് ചെയ്തില്ല, പിന്നെ ഞാൻ ഇനി ഈ ആഴ്ച കട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇന്ന് തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ പീസസ് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്തൊക്കെ വെച്ചാൽ എനിക്ക് പിന്നെ എളുപ്പമാവും. യൂട്യൂബ് നോക്കാം എങ്ങനെ കട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും ഇവിടെ കട്ട് ചെയ്യണം അവിടെ കട്ട് ചെയ്യണം എന്ന്. നോക്കാം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ അതിൽ കുറച്ചൊരു റെസ്റ്റ് ചെയ്യട്ടെ. ഇത് ഫുൾ കട്ട് ചെയ്തെടുക്കണം. ഞാൻ വിചാരിച്ചു ഇവിടെ മീശമാധവൻ വെച്ചേക്കാം. സോ ഇത് കണ്ടുകൊണ്ട് പണിയൊക്കെ ചെയ്യണം. കുറച്ച് ചിക്കൻ ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തു. ലൈക്ക് ഇപ്പം കറിയാക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ സിപ്പ് ലോക്ക് ബാഗിലിട്ട് വെച്ചു. ഇത് സാൻഡ്വിച്ചിനുള്ളത്, പിന്നെ സാലഡിൻ്റെ കൂടെ കഴിക്കാൻ, അങ്ങനെ കുറച്ച് മാറ്റി വെച്ചു. സോ നമുക്കിനി പതുക്കെ കുക്കിംഗ് തുടങ്ങാം. ഇതാണ് ഡിന്നർ. ഇന്ന് ക്യൂക്കമ്പർ ഉണ്ട്, 2 വിങ്സും ഡിപ്പും. സോ ഇനി ഡിന്നർ കഴിച്ചിട്ട് കാണാം. ഭയങ്കര ഉറക്കിപ്പിച്ചിരിക്കുന്നല്ലേ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എൻ്റെ കണ്ണൊക്കെ ഭയങ്കര ഹെവി ആയിട്ടിരിക്കുക. സമയം 9 മണി ആയതുകൊണ്ട് ഞാൻ 7 മണിക്ക് അപ്പോൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ ഷാർജ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിങ്ങനെ കണ്ടിരുന്നു പോയി. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് മേല് കഴുകണം, കിടക്കണം, അത്രേ ഉള്ളൂ. നാളെ ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് വയ്ക്കണം, അത്രേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് പോയി മേല് കഴുകിയിട്ട് വരാം. എന്നിട്ട് കിടക്കുമ്പോഴത്തേക്കും സൈൻ ഓഫ് പറയാം. സോ ഞാനങ്ങനെ മേലൊക്കെ കഴുകി സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ആൻഡ് ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കുറച്ച് നേരം ഈ ജേർണൽ എഴുതും. തിരിഞ്ഞല്ല കാണുന്നത് ഒരു 5 മിനിറ്റ് ജേർണൽ. അതിപ്പോൾ ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ കിടക്കും. ഓൾമോസ്റ്റ് 10 കഴിഞ്ഞു. എനിക്ക് രാവിലെ പോകണം കോളേജിൽ. നാളെ ക്ലാസ് ഉണ്ട്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്കറിയത്തില്ല ഈ വീഡിയോ ഭയങ്കര ലോങ് ആയി പോയോന്ന്. പക്ഷേ കുഴപ്പമില്ല. പിന്നെന്താ, എനിക്കറിയാം ഞാൻ കൺസിസ്റ്റൻ്റ് അല്ല ലോങ് വീഡിയോസ്. ഞാൻ ഷോർട്സ് പിന്നെ ഇടാറുണ്ട്. പക്ഷെ ലോങ് വീഡിയോസിൽ ഞാൻ അത്രയും കൺസിസ്റ്റൻ്റ് ആവാറില്ല. കാരണം വീഡിയോ എടുക്കുന്നതിൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ അത് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് അതിനാണ് എനിക്ക് സമയം കിട്ടാത്തത്. സോ പക്ഷേ ഐ സ്റ്റിൽ ട്രൈ ടു ബി കൺസിസ്റ്റൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. ബൈ.